So good morning dear students. Welcome to another lecture of engineering thermodynamics. So we are in the last part of module 2. So module 2-ൽ ഇതിനു മുന്നേ നമ്മൾ നേരത്തെ ചെയ്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഇൻ നോൺ ഫ്ലോ പ്രോസസ് ആയിരുന്നു. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നോൺ ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിലൂടെ മാസിൻ്റെ ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. നോൺ ഫ്ലോ അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം. ഇനി നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് പ്രോബ്ലംസ് യു ഹാവ് ടു ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. നൗ നെക്സ്റ്റ് ഈ മൊഡ്യൂളിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് സെക്ഷനാണ്. നമ്മൾ നോൺ ഫ്ലോ പ്രോസസ്സ് പഠിച്ചു. ഇനി നമ്മൾ ഫ്ലോ പ്രോസസ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലോഡ് ആപ്ലിക്കേഷൻ പഠിക്കണം. അപ്പോൾ ഫ്ലോ പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് there is mass inflow and outflow. അതായത് ഇതെൻ്റെ ഒരു സിസ്റ്റം ആണെങ്കിൽ, ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇൻലെറ്റ് ഉണ്ട്, മാസിൻ്റെ ഇൻലെറ്റ് ഉണ്ട്. അതേപോലെ ആ സിസ്റ്റത്തിൽ കൂടെ ഔട്ട്ലെറ്റ് ഉണ്ട്, മാസ് പുറത്തേക്ക്. അതായത് എൻ്റെ കൺട്രോൾ സർഫസ് അല്ലെങ്കിൽ എൻ്റെ കൺട്രോൾ വോളിയം ഏത് ഏരിയ ആണോ ആ കൺട്രോൾ വോളിയത്തിൻ്റെ ഉള്ളിലേക്ക് മാസ് എപ്പോഴും വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്, അതോടൊപ്പം മാസ് എപ്പോഴും പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ദർ ഇസ് എ ഫ്ലോ ഗോയിങ് ഓൺ. ഓക്കെ, നേരത്തെ നോൺ ഫ്ലോയിൽ അങ്ങനെ ഒരു ഫ്ലോ ഇല്ലായിരുന്നു. ക്ലിയർ? സോ ഇവിടെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോ പ്രോസസ്. ആൻഡ് മാസിൻ്റെയും എനർജിയുടെയും ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് സച്ച് ഫ്ലോ പ്രോസസ് ആർ കോൾഡ് ഓപ്പൺ ടൈപ്പ് സിസ്റ്റംസ്. സോ ഓപ്പൺ ടൈപ്പ് സിസ്റ്റത്തിലാണ് പൊതുവെ ഫ്ലോ പ്രോസസ്സ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഫ്ലോ തന്നെ രണ്ട് രീതിയിലുണ്ട്. രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റഡി ഫ്ലോ ആൻഡ് അതർ വൺ ഈസ് അൺസ്റ്റഡി ഫ്ലോ. നമ്മൾ രണ്ടും പഠിക്കും, നമ്മുടെ സിലബസിൽ അത് രണ്ടും ഉണ്ട്. എന്താണ് സ്റ്റഡി ഫ്ലോ? സ്റ്റഡി ഫ്ലോ ആസ് ദ ടേം ഇൻഡിക്കേറ്റ്സ് സ്റ്റഡി ആയിരിക്കണം എന്നതാണ് മീനിങ്. എന്താ ഈ സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കണം? ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ പല പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ? പ്രഷർ ഉണ്ടാവും, വോളിയം ഉണ്ടാവാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടാവാം, എൻട്രോപ്പി ഉണ്ടാവാം. പല പല പ്രോപ്പർട്ടീസ് ഈ സിസ്റ്റത്തിൽ പോസിബിളാണ്. അപ്പോൾ ഒരു ഫ്ലോ പ്രോസസ് സ്റ്റഡി ആവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിത്ത് റെസ്പെക്റ്റ് ടു ടൈം there should not be difference in the properties. With respect to time, there should not be difference in properties or parameters. Say എനിക്ക് ഈ സിസ്റ്റത്തിൽ ഒരു പാരാമീറ്റർ ഉണ്ട്, സേ പി. പാരാമീറ്റർ എന്ത് പാരാമീറ്റർ ആവാം, ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ പ്രഷർ ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രഷർ ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഏതെങ്കിലും ഈ ഓപ്പൺ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലം, ഇപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് എവിടെയെങ്കിലും ഞാൻ അസ്യൂം ചെയ്തു, ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പാരാമീറ്റർ എത്രയാണോ അത് ത്രൂ ഔട്ട് ഈ സിസ്റ്റം ഫ്ലോ പ്രോസസ്സ് നടക്കുന്ന നേരത്തൊക്കെ അതേ പാരാമീറ്റർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ദാറ്റ് ഫ്ലോ പ്രോസസ് ഈസ് കോൾഡ് സ്റ്റഡി ഫ്ലോ പ്രോസസ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാരാമീറ്റർ ഞാൻ പി എന്ന് ഒരു ടേം ഇട്ടതാണ്, പ്രഷർ അല്ല, എനി പാരാമീറ്റർ വിത്ത്, അതുകൊണ്ടാണ് ഞാൻ പി എന്ന് പറഞ്ഞത്. അപ്പോൾ ദ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡോ പി ബൈ ഡോ ടി, വേരിയേഷൻ ഓഫ് ദാറ്റ് പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനനുസരിച്ചിട്ട് ഈ പാരാമീറ്ററിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, അതായത് ഒന്നാമത്തെ സെക്കൻഡിൽ ഇവിടെ ഒരു ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോഴും ഇവിടെ 25 തന്നെയാണ്, ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴും എനിക്കിവിടെ 25 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ എന്തായിരുന്നു? ടെമ്പറേച്ചർ. സമയത്തിനനുസരിച്ച് ടെമ്പറേച്ചർ മാറുന്നുണ്ടോ? ഇല്ല. ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് 0. അങ്ങനെയുള്ള ഒരു ഫ്ലോ പ്രോസസ്സിനെയാണ് യു കോൾ ഇറ്റ് ആസ് സ്റ്റഡി ഫ്ലോ പ്രോസസ്. So steady flow processes are those processes where the parameter with respect to time does not change, or it is a constant value, or you can simply say dou p by dou t is equal to 0 ആയിട്ടുള്ള ഫ്ലോ പ്രോസസ്സിനൊക്കെ നമ്മൾ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് എന്ന് പറയും. ഈ പി എന്ന് പറഞ്ഞാൽ പ്രഷർ അല്ല, പാരാമീറ്റർ എന്നുള്ള ടേം പി എന്ന് കാണിച്ചതാണ്. ക്ലിയർ? ഇനി നമ്മൾ ഇതിൻ്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷനും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ഓപ്പൺ സിസ്റ്റം എടുത്തു. മേക്ക് ഷുവർ യു ആർ ഡ്രോയിങ് ദിസ് ഫിഗർ ഇൻ യുവർ ഡയഗ്രാം സോ ദാറ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഫിഗർ മായ്ക്കേണ്ടി വരും. സോ ആദ്യം ഞാൻ ഈ ഒരു ഡയഗ്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദർ ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. ഈ ഓപ്പൺ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻഫ്ലോ ഉണ്ട്, മാസിൻ്റെ ഇൻഫ്ലോ ഉണ്ട്, ഒരു ഔട്ട്ഫ്ലോ ഉണ്ട്.
ക്ലിയർ. അപ്പോൾ ഇൻലെറ്റിൻ്റെ നേരത്തുള്ള അവിടുത്തെ പ്രോപ്പർട്ടീസാണ് മാസ് m1, എൻതാൽപ്പി h1, വെലോസിറ്റി v1, ആൻഡ് ഹിയർ എക്സിറ്റിൽ m2, h2, v2 റെസ്പെക്റ്റീവ്ലി. ഉള്ളിലേക്ക് കയറുന്ന സെക്ഷൻ്റെ ഏരിയ a1 ആൻഡ് എക്സിറ്റിലുള്ള ഏരിയൻ്റെ സെക്ഷൻ a2. ദാറ്റ്സ് വൈ 1 and 2 എന്ന് സെപ്പറേറ്റ് ഇടാൻ കാരണം ഇൻലെറ്റിലുള്ള പ്രോപ്പർട്ടീസിനൊക്കെ നമ്മൾ 1 എന്നും ഔട്ട്ലെറ്റിലുള്ള പ്രോപ്പർട്ടീസിനൊക്കെ നമ്മൾ 2 എന്നും പറയും. Now there is a line called datum line. Datum line കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് എന്നുള്ള മീനിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതായത് എത്രത്തോളം ഹൈറ്റിലാണ് ഓരോ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഈ എക്സിറ്റിലാവുന്ന ഈ ഒരു സെക്ഷൻ എത്ര ഹൈറ്റിലാണ്, അത് ഗ്രൗണ്ട് എന്നല്ല, ഏതെങ്കിലും ഒരു ഡേറ്റും നമ്മൾ എടുക്കും, ഏതെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് പോലെ നമ്മൾ എടുക്കും. അവിടെ നിന്നുള്ള ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഇൻലെറ്റിലേക്കുള്ള ഹൈറ്റും ഔട്ട്ലെറ്റിലുള്ള ഹൈറ്റും. സോ ഇൻലെറ്റിലേക്കുള്ള ഹൈറ്റ് Z1 എന്നും ഔട്ട്ലെറ്റിൽ Z2 എന്നും പറഞ്ഞു. ഇപ്പോൾ ഈ ഫിഗറിൽ Z1 ഈസ് ഗ്രേറ്റർ ദാൻ Z2, അത് എപ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. Z2 മോളാവാം, രണ്ടും ഈക്വൽ ആവാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വരച്ചെന്നുള്ളൂ. ആൻഡ് സപ്പോസ് ഐ ആം ഗിവിങ് ഹീറ്റ് ടു ദ സിസ്റ്റം, എന്നുള്ള പോസിറ്റീവായിട്ട് കിട്ടാൻ. ആൻഡ് എ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, ഒരു ഓപ്പൺ സിസ്റ്റം. അങ്ങനെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഞാനിവിടെ ആക്കിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇതൊരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കണ്ടീഷനും എന്തായിരിക്കണം, വർക്കൗട്ട് ചെയ്യണം. ഡോപ്പി ബൈ ഡോട്ടി ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദി ഡയഗ്രാം ഫോർ സ്റ്റഡി ഫ്ലോ പ്രോസസ്. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 2 ടൈപ്പ് ഓഫ് ബാലൻസിങ് ചെയ്യണം. ഓക്കെ, കാരണം നേരത്തേതിൽ എനർജി മാത്രമേ ട്രാൻസ്ഫർ ഉള്ളൂ, മാസ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്തുണ്ട്, മാസ് എൻ്ററിങ് നടക്കുന്നുണ്ട്, മാസ് ഔട്ടിലേക്കും കൂടെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം മാസിനെ ബാലൻസ് ചെയ്യണം. മാസും ഇതേപോലെ അക്യുമുലേഷൻ ഓഫ് മാസ് പോസിബിൾ അല്ല. മാസ് ക്യാൻ നോട്ട് നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഈ കണ്ടീഷൻ മാസിനും ആപ്ലിക്കബിൾ ആണ്. സോ മാസിൻ്റെ ബാലൻസ് നമ്മൾ ചെയ്യണം. രണ്ടാമത്തത് എനർജിയുടെ ബാലൻസും ചെയ്യണം. അപ്പോൾ 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൽ കിട്ടുക. ക്ലോസ് സിസ്റ്റം ആയപ്പോൾ മാസിൻ്റെ ഫ്ലോ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനർജി ബാലൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് മാസ് ബാലൻസും വേണം, എനർജി ബാലൻസും വേണം. സോ ഹോപ്പ് യു ഹാവ് ടേക്കൺ ഡൗൺ ദിസ് ഫിഗേഴ്സ് ആൻഡ് ഈ ഓരോ ടേമുകളും എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൗ വി വിൽ ഗോ ഫസ്റ്റ് ടു മാസ് ബാലൻസ്. സോ നൗ വി വിൽ ഡിസ്കസ് മാസ് ബാലൻസ്. മാസ് ബാലൻസ്. ഓക്കെ, സോ മാസ് ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇതൊരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സാണ്. സോ ഇറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് ആൻഡ് എനർജി ആർ കോൺസ്റ്റൻറ്റ്. അപ്പം മാസ് ഫ്ലോയുടെ റേറ്റ് എന്താണ്, ഇൻലെറ്റിലേക്കുള്ള റേറ്റും അതേപോലെ ഔട്ട്ലെറ്റിലേക്കുള്ള റേറ്റും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, വിച്ച് ഈസ് m., എന്തെങ്കിലും ഒരു വാല്യൂ. മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഔട്ട്ലെറ്റ്, ദാറ്റ്സ് ഈക്വൽ ടു കോമൺ വാല്യൂ, ദാറ്റ് ഈസ് മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ മാസ് ഫ്ലോ റേറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്ര കിലോഗ്രാം പോയി എന്നതാണ് നമ്മൾ ഇതിൽ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് മാസ് ഫ്ലോ റേറ്റിന് എങ്ങനെ എഴുതാം? മാസ് ഫ്ലോ റേറ്റ് m., ഈസ് ഈക്വൽ ടു റോ എ വി. വാട്ട് ഈസ് റോ എ വി? റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. A is the area, V is the velocity of the fluid. ആ ഇൻലെറ്റിലേക്ക് ഔട്ട്ലെറ്റ് കൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയാണ് V. അപ്പോൾ പൊതുവേ V നമ്മൾ എഴുതണ്ട, കാരണം വോളിയത്തിന് പൊതുവേ നമ്മൾ V എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിവിടെ വോളിയം അല്ല, ഇവിടെ വെലോസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ആണ്. സോ വി വിൽ മാർക്ക് ഇറ്റ് ആസ് C. ഓക്കെ, വി വിൽ മാർക്ക് ദാറ്റ് ആസ് C. സോ വി ഹാവ് റോ AC, ദാറ്റ് ഈസ് ഡെൻസിറ്റി, ഏരിയ ആൻഡ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ρ1 A1 C1 ഈസ് ഈക്വൽ ടു ρ2 A2 C2. മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഔട്ട്ലെറ്റ്. മാസ് ബൈ വോളിയം ആണ്. അതിൽ ഏരിയ പോയി ഒരു ലെങ്ത് ഉണ്ടാവും. ആ ലെങ്ത്തും ഇവിടുത്തെ മീറ്റർ പെർ സെക്കൻഡ്, നിങ്ങൾക്ക് യൂണിറ്റ് നോക്കാം. മാസ് ഡെൻസിറ്റി അല്ലേ, ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം, കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്, ഇൻറ്റു ഏരിയ മീറ്റർ സ്ക്വയർ, ഇൻറ്റു വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്.
സോ മീറ്റർ സ്ക്വയറും മീറ്ററും കൂടെ മീറ്റർ ക്യൂബ് ആണ്, ഇതായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ വാട്ട് വിൽ ബി ഹാവിങ് കിലോഗ്രാം പെർ സെക്കൻഡ് വിച്ച് ഈസ് മാസ് ഫ്ലോ റേറ്റ്. സോ റോ എ സി ഈസ് ദി മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലുള്ള മാസ് ഫ്ലോ റേറ്റ് സെയിം ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഓർ വി ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദിസ് മാനർ. ദാറ്റ് ഈസ് A1 C1 divided by nu1 is equal to A2 C2 divided by nu2. A1 C1 by nu1 is equal to A2 C2 divided by nu2. What is nu? അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ആണ് നമുക്ക് തന്നത്. എങ്ങനെ? അതായത് സ്പെസിഫിക് വോളിയം മീൻസ് ഇറ്റ് ഈസ് 1 divided by ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ആണ് സ്പെസിഫിക് വോളിയം. ദാറ്റ് ഈസ് വോളിയം ഡിവൈഡഡ് ബൈ മാസ്. സ്പെസിഫിക് വോളിയം ഡിവൈഡഡ് ബൈ മാസ്. സോ ദിസ് ഈസ് ദി മാസ് ബാലൻസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്യുമ്പോൾ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാസ് ബാലൻസ് ചെയ്യേണ്ടി വരും, എന്നിട്ട് വേണ്ടി വരും എനർജി ബാലൻസ് ചെയ്യാൻ. സോ നൗ ദിസ് ഈസ് ദ മാസ് ബാലൻസിങ് കണ്ടീഷൻ. മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് അറ്റ് ഔട്ട്ലെറ്റ്. സോ ρ1 A1 C1 ഈസ് ഈക്വൽ ടു ρ2 A2 C2. ഓരോന്ന് എഴുതുക. റോ ഈസ് ദി ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, എ ഈസ് ദ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ അറ്റ് ദി ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഇത് ഇൻലെറ്റ് ആണ് A1, A2 is the area of cross section at the outlet, and C represents the velocity of the fluid through which with which it flows. So 1-ലാണെങ്കിൽ അത് ഇൻലെറ്റിലെ വെലോസിറ്റി, 2-ലാണെങ്കിൽ ഇറ്റ്സ് ഔട്ട്ലെറ്റ് വെലോസിറ്റി, എക്സിറ്റ് വെലോസിറ്റി. ആൻഡ് അതേപോലെ നമുക്ക് ഇങ്ങനെ എഴുതാം, A1 C1 by nu1 is equal to A2 C2 by nu2, where nu is the specific volume, or it is specific volume എന്ന് പറഞ്ഞാൽ volume by mass, or it is 1 by density. Now we will see what is the energy balance. So now we will be dealing with energy balance. Okay, energy balance. So energy balance ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ആണല്ലോ അപ്ലൈ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ, വാട്ട് ഡു വി ഹാവ് ദ ഇക്വേഷൻ? Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് അറിയുന്ന ഇക്വേഷൻ. ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്കിതിനെ Q ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 പ്ലസ് വർക്ക് ഡൺ, ഇങ്ങനെ എഴുതാം അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ സ്റ്റഡി ഫ്ലോയുടെ ഇക്വേഷൻ നമ്മൾ ചെയ്തപ്പോൾ, അതിൻ്റെ ഡ്രോയിങ് വരച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹീറ്റ് ഈസ് ഗിവൺ അസ് ഇൻപുട്ട് ആൻഡ് വർക്ക് ഈസ് ഡൺ അറ്റ് ദി ഔട്ട്പുട്ട്. വർക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ വർക്കിനെ നമുക്ക് 2 എന്ന് പറയുന്ന ക്രോസ് സെക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാം, ഹീറ്റിനെ നമുക്ക് 1 എന്ന ക്രോസ് സെക്ഷനുമായി പറയാം. അതുമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ഐ ആം റൈറ്റിംഗ് ഇറ്റ് ഡൗൺ ലൈക്ക് Q പ്ലസ് E1 ഈസ് ഈക്വൽ ടു E2 പ്ലസ് ഡബ്ല്യു. എനിക്കിങ്ങനെ എഴുതിക്കൂടെ? ഞാൻ ഈ മൈനസ് E1 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ ഐ ഹാവ് നൗ Q പ്ലസ് E1 ഈസ് ഈക്വൽ ടു E2 പ്ലസ് ഡബ്ല്യു. സോ ഈ E1 എന്തിനാണ്? പൊതുവേ നമ്മളത് ഇൻറ്റേർണൽ എനർജി എന്നാണ് പറയാറ്. ഇതിന് എപ്പോഴാണ് നമ്മളിതിന് ഇൻറ്റേർണൽ എനർജി പറയാലേ? നമ്മളത് ഫസ്റ്റിൽ നമ്മൾ നോൺ ഫ്ലോയിൽ എടുത്തപ്പോൾ നമ്മളിതിന് ഇൻറ്റേർണൽ എനർജി എന്ന് പറയാൻ കാരണം, ശരിക്കും അവിടെ പൊട്ടൻഷ്യൽ എനർജിയോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി, ഫ്ലൂയിഡിൻ്റെ ഫ്ലോയുടെ എനർജി, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അത് ക്ലോസ്ഡ് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അത് ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി മാത്രമായിട്ട് മാറും. പക്ഷേ ഇവിടെ എനർജിയിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, കാരണം ഫ്ലൂയിഡിന് ഫ്ലോ ഉണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കാരണം ഇതിനൊരു ഹൈറ്റ് ഉണ്ട്. അങ്ങനെ ഫ്ലൂയിഡിൻ്റെ ഒരു ഫ്ലോ വർക്ക് കാരണം ഉണ്ടാവുന്ന എനർജി ഉണ്ടാവും. സോ ഈ എനർജീനെ നമുക്ക് ആസ് സച്ച് ഇൻറ്റേർണൽ എനർജി എന്ന് പറയാൻ പറ്റില്ല. ഐ ക്യാൻ കോൾ ദിസ് ആസ് എനർജി അറ്റ് പോയിന്റ് 1. ദിസ് ഈസ് ദി എനർജി അറ്റ് പോയിന്റ് 2. അതായത് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ഫ്ലോ വർക്ക് ഉണ്ട്, അതോടൊപ്പം അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ആൻഡ് ദർ ഈസ് കൈനറ്റിക് എനർജി, അതിന് പുറമെ ഇൻറ്റേർണൽ എനർജി. ഇത്രയും എനർജീസ് ആണ് ടോട്ടൽ എനർജി അറ്റ് എ പോയിന്റ്. അപ്പം നമ്മൾ മറ്റേ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ പഠിച്ചപ്പോൾ കൈനറ്റിക് എനർജി ഈസ് നെഗ്ലിജിബിൾ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾസോ നെഗ്ലിജിബിൾ, അത് 0 എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എടുത്തത്. അതേപോലെ ഫ്ലോ വർക്കും ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്തില്ല, കാരണം അവിടെ മാസ് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. സോ നമ്മൾ ഈ എന്നെയാണ് യു എന്നുള്ള ടേമിലാണ് പോയത്. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ഫ്ലോ നടക്കുന്നതുകൊണ്ട്
നമുക്ക് ഒരിക്കലും ഇത് തന്നെയാണ് ഇന്റേണൽ എനർജി എന്ന് പറയാൻ പറ്റില്ല. ഇന്റേണൽ എനർജി ഈ എനർജിയുടെ ഒരു ഭാഗമാണ്. സോ എന്തൊക്കെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വരിക? സോ ഞാൻ കൃത്യമായിട്ട് എഴുതാം. ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോ വർക്ക് വരും. ഫ്ലോ വർക്ക്, ഓക്കെ, ദർ ഇസ് എ ഫ്ലോ വർക്ക്. അപ്പോൾ ഫ്ലോ വർക്കിന്റെ എക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു P1 V1. ഓക്കെ, P1 V1 is the flow work in the value ആണ് P1 V1. Then I have kinetic energy. Kinetic energy എന്ന് പറഞ്ഞാൽ it is half of mv square or mvc square. നമ്മൾ വെലോസിറ്റിക്ക് c ആണല്ലോ ഇടുന്നത്. Then I have potential energy. It is not equal to, ഇത് ഫ്ലോ വർക്ക് പ്ലസ് കൈനറ്റിക് എനർജി ഉണ്ട്, അതോടൊപ്പം പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ദാറ്റ് ഈസ് mgz potential energy. Then I have internal energy, that is U. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് എനർജി അറ്റ് എ പോയിന്റ് E1 എന്ന് പറഞ്ഞാൽ ഇത്രയും എനർജി ആ പോയിന്റിലുണ്ട് വെൻ വി ആർ കൺസിഡറിങ് ഫ്ലോ പ്രോസസ്. സോ ഫ്ലോ വർക്കിൻ്റെ ഇക്വേഷൻ P1 V1. ഓക്കെ, ആൻഡ് ദിസ് ഇസ് സ്പെസിഫിക് വോളിയം. ഓക്കെ, then this is kinetic energy half of mc square, potential energy mgz, internal energy is U. ഇതാണ് ഒരു E എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു E എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ, ഇതിൻ്റെ ടോട്ടൽ സം ആണ് E. അപ്പോൾ E അറ്റ് പോയിന്റ് 1 എന്ന് ഇട്ടാൽ ദാറ്റ് വിൽ ബി P1. അപ്പോൾ P1 V1 എന്നല്ല, ഇവിടെ E അറ്റ് 1 ആണെങ്കിൽ ഇറ്റ് വിൽ ബി P1 V1 ഹാഫ് ഓഫ് M1 C1. ഇവിടെ M1 GZ1, G is constant for everywhere. Internal energy will be U1. അത് 2-ലാണെങ്കിലോ then it will be P2 V2 half of M2 C2 square M2 GZ2 and U2. ക്ലിയർ ആണോ? അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം ഞാൻ ഈ ഇക്വേഷനിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അത് ഈ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പോവാണ്. സോ ഐ ഹാവ് സേ Q പ്ലസ്. ഓക്കെ, ഈ E1 ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എഴുതാൻ പോകുന്നത്. സോ ആസ് പെർ ദാറ്റ് ഐ ഹാവ് E1 ഈസ് ഈക്വൽ ടു U2. ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുക്കുന്നത്, ശരിക്കും ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ U എന്നുള്ളതാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ മാസ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇതിനെ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. സോ ഐ ഹാവ് U1 പ്ലസ് P1 സ്മോൾ V1, അതായത് സ്പെസിഫിക് വോളിയം ആയതുകൊണ്ടാണ് ഇത് സ്മോൾ V1 ആക്കിയിട്ടുള്ളത്. Then I have plus മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ, കാരണം സ്പെസിഫിക് ടേംസിൽ എടുക്കുന്നുണ്ട്. സോ കൈനറ്റിക് എനർജി എനിക്ക് എന്താ ഉണ്ടാവുക, ഹാഫ് ഓഫ് M പോവും, കാരണം മാസ് ഡിവൈഡഡ് ബൈ മാസ് ആണ് എടുക്കുന്നത്. സോ ഐ ഹാവ് C1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയിലെ മാസ് പോവും. ദെൻ ഐ ഹാവ് GZ1 ആൻഡ് ഫൈനലി ഐ ഹാവ് U1. U2 അല്ല, ഇവിടെ U1 ആണ്, ഫസ്റ്റിൽ ടേം ആണ്. അപ്പോൾ ഞാൻ ഇന്റേണൽ എനർജി ഇവിടെ എടുത്തു. ഐ ഹാവ് ടേക്കൺ ഫ്ലോ വർക്ക്, ഐ ഹാവ് ടേക്കൺ കൈനറ്റിക് എനർജി, ഐ ഹാവ് ടേക്കൺ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് E1. ക്ലിയർ ആവുന്നുണ്ടോ? ഈ പറയുന്ന ടേംസിൽ ഞാൻ E1ലേക്ക് എടുത്തു. നോ ഐ ആം ഇറേസിങ് ഹിയർ സോ ദാറ്റ് ഐ ക്യാൻ ഇക്വേറ്റ് ദാറ്റ് ഇക്വേഷൻ. ഓക്കെ, എനിക്കപ്പോൾ ഇത് ഇക്വേഷൻ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു, ഈ പറയുന്നത് ഈക്വൽ ടു ആണ് എന്തിലേക്ക്, E2 ആകുമ്പോൾ എന്താ, ഇതേ ടേംസിനെ തന്നെ നമുക്ക് ഈ 2 എന്നുള്ള ടേമിൽ ഇട്ടാൽ മതി. P2 V2 പ്ലസ് C2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് GZ2. ഇത് E2 ടേം ആണ്. ഓക്കെ, അത് മാത്രമാണോ? അപ്പോഴെന്ത് പ്ലസ് W ഈസ് ഒരു വർക്ക് ഡണ്ണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. സി Q പ്ലസ് we have Q plus U1 P1 plus C1 square plus GZ1 is equal to U2 plus P2 V2 plus C2 square by 2 GZ2 plus W. ഇനി എന്താണ് U1 plus P1 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ U plus PV എന്ന് പറഞ്ഞാൽ എന്താ? U plus PV എന്ന് പറഞ്ഞാൽ എന്താ? which we have already studied. U plus PV എന്ന് പറഞ്ഞാൽ എന്താണ്? U plus PV is enthalpy H അല്ലേ? സ്പെസിഫിക് ഇന്റേണൽ എനർജി സ്പെസിഫിക് വോളിയം ആണെങ്കിൽ ദിസ് ഇസ് സ്പെസിഫിക് എൻതാൽപ്പി. ഓക്കെ, U പ്ലസ് PV ഈസ് H അറിയുന്നല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരുത്തുന്നു. മാറ്റം എന്ന് പറഞ്ഞാൽ ആ ടേംസിനെ, രണ്ട് ടേമിനെയും കൂടെ ഒറ്റ ടേം ആക്കിയിട്ട് മാറ്റുന്നു. അപ്പം എന്താ എനിക്ക് കിട്ടുക, Q പ്ലസ് H1
H1 എന്ന് പറഞ്ഞാൽ ഈ ടേം H1 ആവും, ഈ ടേം H2 ആവും, പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1 ഈസ് ഈക്വൽ ടു H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് GZ2 പ്ലസ് W. ക്ലിയർ ആണോ? So I am erasing this. I am writing down the equation once again. ചെറിയൊരു മാറ്റം വരുത്താണ്. That is, I will be writing like this. H1 plus C1 square by 2 plus GZ1 plus Q is equal to H2 plus C2 square divided by 2 plus GZ2 plus W. ഇത്രയും ടേം എനർജീനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എനർജി അറ്റ് 1 പ്ലസ് Q ഇസ് ഈക്വൽ ടു എനർജി അറ്റ് 2 പ്ലസ് W. ക്ലിയർ ആണോ? ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഈസ് ദ ഇക്വേഷൻ കോൾഡ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. Steady flow energy equation, and it is represented as steady flow energy equation, SFEE എന്ന ടേമിലാണ് ഇത് അറിയപ്പെടുന്നത്. ദിസ് ഈസ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ക്ലിയർ ആണോ? എനർജി അറ്റ് ഫസ്റ്റ് പോയിന്റ് പ്ലസ് Q ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി അറ്റ് സെക്കൻഡ് പോയിന്റ് പ്ലസ് W. So hope this is clear for you. ഇനി ശ്രദ്ധിക്കാനുള്ളത്, this equation is on mass basis. അല്ലെ, മാസിന്റെ ബേസിസിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ എനർജിയുടെ യൂണിറ്റ്, അതായത് ഇതൊരു എനർജി യൂണിറ്റ് ആണ്, ഇതൊരു എനർജി യൂണിറ്റ് ആണ്, ഇതൊരു എനർജി യൂണിറ്റ് ആണ്, ഇതൊരു എനർജി യൂണിറ്റ് ആണ്. ഈ എനർജി യൂണിറ്റ്സ്, ഈ എനർജീന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജൂൾസ് എനർജി പെർ കിലോഗ്രാം. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾസ് പെർ കിലോഗ്രാമിലാണ് ഈ ഇക്വേഷൻ വരിക. ബിക്കോസ് വി ഹാവ് കൺസിഡേർഡ് ഓൺ മാസ് ബേസിസ്. മാസിന് നമ്മൾ പെർ മാസ്, പെർ 1 കിലോഗ്രാം മാസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുത്തത്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ, ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇതേ ഇക്വേഷനെ ടൈമിന്റെ ബേസിൽ എനിക്ക് എഴുതാം. ഇതേ ഇക്വേഷനെ എനിക്ക് ടൈമിന്റെ ബേസിൽ എഴുതാം. ഇപ്പം ഞാൻ ഈ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത് മാസിന്റെ ബേസിസിലാണ്. അതുകൊണ്ട് ജൂൾസ്, ഇത്ര ജൂൾ 1 കിലോഗ്രാം എന്നുള്ള അർത്ഥത്തിൽ ഇത്രയും ജൂൾസ് പെർ കിലോഗ്രാം കിട്ടി. എനിക്ക് ടൈമിന്റെ ബേസിൽ എഴുതാം, ബേസ്ഡ് ഓൺ ടൈം. ദാറ്റ് വിൽ ബി ജൂൾസ് പെർ സെക്കൻഡ്. ടൈമിന്റെ ബേസിലാകുമ്പോൾ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആയിരിക്കണം. അപ്പം അതിനർത്ഥം എന്താ, മുകളിൽ ന്യൂമറേറ്ററിൽ 1 കിലോഗ്രാം വരണം, എന്നാലേ താഴെയുള്ള കിലോഗ്രാം പോവുള്ളൂ. താഴെ സെക്കൻഡ് വരണം. അപ്പോൾ കിലോഗ്രാം പെർ സെക്കൻഡ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഫ്ലോ റേറ്റ് ആണ്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ഇക്വേഷനെ ഞാൻ മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ദാറ്റ് ഈസ് മാസ് ഫ്ലോ റേറ്റ് മീൻസ് എം ഡോട്ട് കൊണ്ട് ഈ ഒരു ടേമിനെ E1 എന്ന് പറയാം. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ഡൗൺ അഗെയിൻ. H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1. ഇത് നിങ്ങൾ വീണ്ടും 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 എഴുതി കഴിഞ്ഞാലേ നിങ്ങൾ പഠിക്കും. M1 into this term plus Q മാസ് ഫ്ലോ റേറ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ ഒരു ഡോട്ട് മോൾക്ക് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു എനർജി അറ്റ് പോയിന്റ് 2, ദാറ്റ് ഈസ് H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് GZ2 പ്ലസ് വി ഹാവ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡണ്ണും ബേസ്ഡ് ഓൺ ടൈം ആണ്. അപ്പോൾ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ടൈം. ദിസ് ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ടൈം ആൻഡ് ദ യൂണിറ്റ് വിൽ ബി ജൂൾസ് പെർ സെക്കൻഡ്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ജൂൾസ് പെർ കിലോഗ്രാം. ബോത്ത് ദീസ് ഇക്വേഷൻസ് ആർ കോൾഡ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻസ്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ആൻഡ് ഇതിൻ്റെ കുറച്ചുകൂടെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് ഇക്വേഷൻ ബൈ ഹാർട്ട്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. It will be easy for you. Okay, so this is the steady flow energy equation. ഓരോ ടേം നിങ്ങൾക്ക് അറിയാം. H is the enthalpy of the fluid in joules per kilogram. This C is the velocity. Okay, G is the gravity force and gravity acceleration, and this is the Z, അതായത് ഡേറ്റത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്നുള്ളത്. Q is the heat input and W is the work output. അപ്പോൾ ഒരു ഫ്ലോ പ്രോസസ്സ്, ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിലെ എനർജി ബാലൻസ് അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എനർജി അറ്റ് പോയിന്റ് 1 പ്ലസ് ക്യൂ ദാറ്റ് ഇസ് ഇക്വൽ ടു എനർജി അറ്റ് പോയിന്റ് 2 പ്ലസ് ഡബ്ല്യു. ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ഓൺ മാസ് ബേസിസ് ഇറ്റ് വിൽ ബി ജൂൾസ് പെർ കിലോഗ്രാം. അത് ടൈം ബേസിസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ജൂൾസ് പെർ സെക്കൻഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അല്ലെങ്കിൽ ഈ സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൻ്റെ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് എവിടൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടെണ്ണം. സോ ദാറ്റ് ഈസ് മെയിൻലി അപ്ലൈഡ് ഇൻ നോസിൽസ്, ഡിഫ്യൂസർ, ത്രോട്ട്ലിംഗ് ഡിവൈസ്, ടർബൈൻ, കംപ്രസർ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. സോ ദാറ്റ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.